സംശയം തോന്നാനുള്ള കാരണം ഞങ്ങൾ ഈ കുട്ടിയെ കാണാതായിട്ട് അന്നത്തെ ദിവസം മുഴുവൻ തിരഞ്ഞതാണ് അവിടെ. ഇപ്പോൾ ഈ പറയുന്ന ലൊക്കേഷനിലും ആ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം കുട്ടിയെ കാണാതെ നമ്മൾ ലാസ്റ്റ് കണ്ടത് വേറെ ലൊക്കേഷനിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഏതൊരു പറഞ്ഞില്ല 5:20 ആ ലൊക്കേഷൻ വെച്ച് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് മറ്റേ ഞാൻ നേരെ താഴത്തേക്ക് പോയി, വാട്ടർഫാൾ കാണാൻ പോയി. എന്നിട്ട് ഞാൻ തിരിച്ച് 5:26 തിരിച്ച് ഈ ലൊക്കേഷൻ വരുമ്പോൾ ഈ കുട്ടി അവിടെ ഇല്ല. അപ്പോൾ ഈ കുട്ടി അവിടെ നിന്ന് പോയി, ഇവരും കൂടുതലുള്ളവരെല്ലാവരും അവിടെ നിന്ന് കയറിപ്പോയി. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പാർക്കിങ്ങിൽ വന്നപ്പോൾ പറഞ്ഞു കുട്ടി അവിടെ എത്തിയിട്ടില്ല പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ കുട്ടിയെ കാണാനില്ല എന്ന് പറയുന്ന ഏകദേശം അവർ പറഞ്ഞറിവ് വെച്ചുള്ള ലൊക്കേഷൻ. അപ്പോൾ അവിടെ ഈ കുട്ടിയുടെ അച്ഛനും ബാക്കി ആൾക്കാരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അവർ ആ ചെരുവും ഇതൊക്കെ നോക്കി ഫോട്ടോ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ കുട്ടി ആ വഴി ഇറങ്ങി പോകാനുള്ള സാധ്യതയില്ല. ഇല്ല അതിനുള്ള സമയവും കിട്ടിയില്ല. വരികയാണെങ്കിൽ ഇടയ്ക്ക് ഇവരെല്ലാവരും കാണുമായിരുന്നു. ഞങ്ങളുടെ ബാക്കി ടീമുള്ള ആൾക്കാരെല്ലാവരും കാണുമായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കറക്റ്റ് പിക്ചറിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നാലും ആ ഭാഗത്ത് വരാൻ ഒരു സാധ്യതയില്ല. പിന്നെ ഡോഗ് സ്ക്വാഡ് വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് വണ്ടി മണം പിടിച്ച് വന്നത് ഈ കുട്ടി ഇരുന്ന ഭാഗത്ത് നിന്ന് അങ്ങനെ കയറി ലെഫ്റ്റ് സൈഡിലേക്ക് റോഡിലേക്ക് ഒരു വഴിയുണ്ട്. ഈ പാർക്കിങ്ങിൽ വരാം, അങ്ങനെ രണ്ടായിട്ട് കിടക്കുന്നതാണ്. ഒന്നുകിൽ സ്ട്രെയിറ്റ് പോവും, ഒന്നുകിൽ ലെഫ്റ്റ് കയറും. ലെഫ്റ്റ് ഇങ്ങനെ കയറി റോഡിൻ്റെ ഈ അറ്റത്ത് വരും. അപ്പോൾ ഡോഗ് സ്ക്വാഡ് ഈ പട്ടി ഈ വഴിക്ക് അങ്ങനെ മണം പിടിച്ച് കയറി അവിടെ കടയുണ്ട്. കടയുടെ സൈഡിൽ വന്ന് അവിടെ നിന്നു. പിന്നെ ഡോഗ് ആയിട്ട് തിരിച്ചു പോയത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇത് കിട്ടിയില്ല. അപ്പോൾ ആ കട എനിക്ക് വന്ന് എന്തൊക്കെ ഈ അങ്ങാടി മരുന്ന് അങ്ങനെ എന്തെങ്കിലും വിൽക്കുന്ന കടയാണെന്ന് എൻ്റെ ഓർമ്മ. എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചാലും ഡ്രഗ്സോ എന്തെങ്കിലും യൂസ് ചെയ്തോ അങ്ങനെ ഇതൊന്നും അറിയില്ല. ഇല്ല, ചോദ്യം ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങളത് ആദ്യം തൊട്ട് പറയുന്ന ലോക്കൽസിനെ ചോദ്യം ചെയ്യണം. ആരുടെ ഒരു ഡീറ്റെയിൽ ഒന്നും എടുത്തു വെച്ചില്ല. പിഴവ് ഇത് തന്നെ, അവിടെ ഉള്ളവർ ചോദ്യം ചെയ്തില്ല. ഏറ്റവും വലിയ പിഴവ് അത് തന്നെ. അവിടെ വിശദമായി ചോദിച്ചാൽ അവിടെ ഒരു അന്വേഷണം പോലീസ് നടത്തിയിട്ടില്ല. പോലീസ് ആദ്യം വന്ന പോലീസുകാർ ഞങ്ങളെ ഇത് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു, ഞങ്ങളെ കൺവിൻസ് ചെയ്യാൻ. കുട്ടിക്ക് ആരോട് അടുപ്പുണ്ട് അവരുടെ കൂടെ കയറിപ്പോയി, അല്ലാതെ ഒരു അപകടം പെടുത്താൻ ഇവിടെ പറ്റില്ല. അങ്ങനെ ഒരു ഇതിലായിരുന്നു അവർ ആദ്യം തൊട്ട് തന്നെ. പിന്നെ അപകടം പറ്റുന്ന സാധ്യതകൾ നമ്മൾ ലാസ്റ്റ് കണ്ട ലൊക്കേഷൻ അവിടെ എവിടെയും കിട്ടിയിട്ടുമില്ല. അവിടുത്തെ ചിലവരൊക്കെ സഹകരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഹോട്ടലുകാർ ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ എല്ലാം തിരയാനും. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ അന്ന് തിരഞ്ഞിട്ടുണ്ട്, താഴത്ത് പോയിട്ടില്ല, പക്ഷെ മുകളിൽ ഭാഗത്തൊക്കെ അന്ന് തിരഞ്ഞിട്ടുണ്ട്. ഇല്ല അങ്ങനെയൊന്നുമില്ല.